PR സുനിൽ ഉരുളുക എന്ന് കേട്ടിട്ടുണ്ട്, വീണ്ടെടുത്ത് കിടന്ന് ഉരുളുക എന്ന് കേട്ടിട്ടുണ്ട്, വീണ്ടെടുത്ത് കിടന്ന് ഉരുണ്ട് വീണ്ടും എണീറ്റ് വീണ്ടും വീണ്ടും ഉരുളുക എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഈ ബൈറ്റുകൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഈ നേതാക്കൾക്കെല്ലാം ഇത് എന്തു പറ്റി? ഇന്നലെ ഒന്ന് പറയുന്നു, ഇന്ന് വന്നത് തള്ളി പറയുന്നു. PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്നു ഇത് UDF ചർച്ച ചെയ്തിട്ടില്ല. UDF കൺവീനർ പറയുന്നു മുന്നോട്ട് പോകും. ഇന്ന് കൺവീനർ എന്ന് പറയുന്നു മുന്നോട്ട് പോകില്ല. UDF തന്നെ 2 MP കേന്ദ്രത്തിൽ നിന്ന് ഭേഷായിട്ട് കൃത്യതയോടുകൂടി 2 ഉത്തരങ്ങൾ വാങ്ങിച്ചു പിടിക്കുന്നു. കേരളം PMCയിൽ ഒപ്പിട്ടിട്ടില്ല, കേരളം PMCയുടെ പൈസ കൈപ്പറ്റിയിട്ടുമില്ല. ഇത് UDF ഇതെന്ത് സംഭവിച്ചു എന്നാണ്? തന്ത്രങ്ങൾ പൊളിഞ്ഞു. ഈ ഉരുണ്ടുരുണ്ട് എവിടെ പോകും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിലെത്തിയത്, മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് ഈ സർക്കാർ അധികാരത്തിലെത്തിയത് മെയ് 18-ാം തീയതിയാണ്. ഇന്ന് ഏതാണ്ട് 2.5 മാസം തികയുകയാണ്. അപ്പോൾ PM ശ്രീയോടുള്ള കോൺഗ്രസിൻ്റെ UDFൻ്റെ നിലപാട് എന്താണ് എന്ന് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിലെത്തിയത്. അപ്പോൾ PM ശ്രീക്കെതിരായിരുന്നു ഈ സർക്കാരിൻ്റെ നിലപാട്. അധികാരത്തിലെത്തിയ ശേഷം PM ശ്രീ നയപരമായി രാഷ്ട്രീയമായി ഞങ്ങൾക്ക് നടപ്പാക്കാനാകില്ല എന്ന് ഏതെങ്കിലും ഒരു ദിവസം ഈ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല. ഇനി അങ്ങനെ ആ PM ശ്രീ നടപ്പാക്കാനാകില്ല എന്ന് കേന്ദ്ര സർക്കാരിനെ ഒരു തവണയെങ്കിലും ഒരു കത്ത് വഴിയെങ്കിലും ഇതുവരെ അറിയിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു കത്തയച്ചിട്ടുണ്ടോ കേന്ദ്ര സർക്കാരിന്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് ഒരു കത്തയക്കുക, നോക്കൂ PM ശ്രീ ഞങ്ങൾക്ക് നടപ്പാക്കാനാകില്ല, ഞങ്ങളുടെ രാഷ്ട്രീയം ഇതാണ്, PM ശ്രീ ഞങ്ങൾ നടപ്പാക്കില്ല. കേന്ദ്ര സർക്കാരിന് ഒരു കത്തയക്കാമല്ലോ. ഇതുവരെ ഒരു കത്തയച്ചോ? ഇല്ല. അപ്പോൾ ഈ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കുക എന്നതാണ് കോൺഗ്രസിൻ്റെ കേരളത്തിലെ പുതിയ സർക്കാരിൻ്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ അതെങ്ങനെ നടപ്പാക്കും? നേരിട്ട് നടപ്പാക്കിയാൽ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതൊക്കെ തിരിച്ചു പറഞ്ഞു എന്നാകും, രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകും. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ, ലീഗ് നേതാക്കളൊക്കെ തന്നെ ആവർത്തിച്ച് പറയുകയാണ്, കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതുകൊണ്ട് ഞങ്ങൾക്ക് നടപ്പാക്കിയേ പറ്റൂ, ഞങ്ങൾക്ക് പിന്മാറാനാകില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ അബ്ദുൾ വഹാബ്, നമ്മുടെ രാജ്യസഭാ അംഗം, വലിയൊരു സഹായം ചെയ്തത്. ആ സഹായമാണ് ഇന്ന് രാജ്യസഭയിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി വളരെ കൃത്യമായി പറഞ്ഞു. അത്ര വലിയ സഹായം ആരും ചെയ്തിട്ടുണ്ടാവില്ല. വളരെ കൃത്യമായി ഇന്ന് രാജ്യസഭയിലെ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി വളരെ കൃത്യമായി വ്യക്തമാക്കി, PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചിട്ടുണ്ട്. അത് ഒപ്പുവെച്ച സാഹചര്യത്തിൽ ഇനി ആ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല എന്നൊന്നുമില്ല എന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അവസാനം എങ്ങനെയാണ് പറയുന്നത്? Therefore, the state that do not sign the MOU or withdraw from the scheme stand to miss out these benefit. എന്താണ് PM ശ്രീ സ്കീമുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ്സ്? അത് മുകളിൽ പറയുന്നുണ്ട്. ഈ PM ശ്രീ പദ്ധതിയിൽ എന്തൊക്കെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ബെനിഫിറ്റ് കേരളത്തിന് വേണ്ട. ഏതാ RSS ഒളിച്ചു കടത്തുന്നു എന്ന് ഈ ലീഗും കോൺഗ്രസും പറഞ്ഞുകൊണ്ടിരിക്കുന്ന RSSൻ്റെ വിദ്യാഭ്യാസ നയം അത് കേരളത്തിന് വേണ്ട. അപ്പോൾ ആ ബെനിഫിറ്റ് കിട്ടില്ല എന്നാണ് പറയുന്നത്. ആ ബെനിഫിറ്റ് വേണ്ടല്ലോ, പിന്മാറുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ആകെ പ്രശ്നം എന്ന് പറയുന്നത് ആ ബെനിഫിറ്റ് വേണ്ടല്ലോ കേരളത്തിന്. അപ്പോൾ ഇവിടെ നിലപാടെടുക്കേണ്ടത് മുസ്ലിം ലീഗും കോൺഗ്രസുമാണ്, UDFുമാണ്. ഇതാ കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു, PM ശ്രീ പദ്ധതിയിൽ കഴിഞ്ഞ സർക്കാർ MOUയിൽ ഒപ്പുവെച്ചു എന്ന് പറയുന്നു. ആ ഒപ്പുവെച്ചതിന് ശേഷം ആ പദ്ധതിയിൽ നിന്ന് പിന്മാറാനാകില്ല എന്നൊരു സാഹചര്യമില്ല. കേരളത്തിന് വേണമെങ്കിൽ പിന്മാറാം. കേരളത്തിൽ ഇതിനകം തന്നെ പിന്മാറിയിട്ടുണ്ട്. കേരളം ഇത് നടപ്പാക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കേരളം അത് നടപ്പാക്കുന്നില്ല. ഇനി പിന്മാറിയാൽ തന്നെ ഒരു കുഴപ്പവുമില്ല എന്ന് കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായി പാർലമെൻറ്റിനെയാണ്, തെരുവിലല്ല, പാർലമെൻറ്റിനെ, ഇവിടെ നിന്ന് തെരഞ്ഞെടുത്തു പോകുന്ന MP ഇരിക്കുന്ന രാജ്യസഭയിലെയും ലോക്സഭയിലെയും MP ഇരിക്കുന്ന പാർലമെൻറ്റിനെയാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് PM ശ്രീയിൽ നിന്ന് പിന്മാറാനാകില്ല എന്നുള്ള കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഇതാ നിലപാട് ഇവിടെ പൊളിഞ്ഞു വീഴുന്നു. ഇപ്പോൾ UDFൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ, ലീഗ് നേതാക്കളൊക്കെ തന്നെ ഇന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ്. ഏതാ ഈ PM ശ്രീയിൽ നിന്ന് പിന്മാറാനാകില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ് UDF കൺവീനർ അടൂർ പ്രകാശ് പറയുന്നു. ഇന്ന് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആദ്യം പറഞ്ഞു PM ശ്രീയിൽ ഒപ്പിട്ട് PM ശ്രീയുടെ പണം വാങ്ങിയെന്ന് പറഞ്ഞു, പിന്നീട് പറഞ്ഞു പണം വാങ്ങിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നാണ്. അതായത് പറഞ്ഞ വാക്ക് നേരെ വിഴുങ്ങുക, പറഞ്ഞ വാക്ക് നേരെ മറികടന്നുകൊണ്ട് വേറൊരു നിലപാട് പറയുക. കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടേണ്ട 1500 കോടി രൂപ കിട്ടുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ അത് നേരിട്ട് പറഞ്ഞാൽ പോരെ, ഞങ്ങൾക്ക് 1200 കോടി രൂപ കിട്ടണം, അതുകൊണ്ട് PM ശ്രീ ഒപ്പിട്ടേ മതിയാകൂ, മുന്നോട്ട് പോയേ മതിയാകൂ. ഇത് തന്നെയാണ് കഴിഞ്ഞ LDF സർക്കാരും പറഞ്ഞത്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെയും പ്രശ്നം ഇതാണ്.
PM ശ്രീ ഒപ്പിടാൻ തീരുമാനിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്ന് SSK ഫണ്ടിൻ്റെ ഭാഗമായി കിട്ടേണ്ട 1200 കോടി രൂപ നേടിയെടുക്കുക. അന്ന് വലിയ പ്രശ്നമായി. സർക്കാർ അത് ഉപേക്ഷിച്ചു. സർക്കാർ ഉപേക്ഷിക്കേണ്ടി വന്നു. അത് തെറ്റായ നയമായിരുന്നു. കാരണം അത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമായിരുന്നില്ല, CPM-ൻ്റെ രാഷ്ട്രീയമായിരുന്നില്ല, കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയമല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത് PM ശ്രീ പദ്ധതി മായി എങ്ങനെ ഒരു കോൺഗ്രസ് സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ്. ഒരു ലീഗ് പിന്തുണയ്ക്കുന്ന, മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടുകക്ഷി സർക്കാരിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് നോക്കൂ. ഇത് രാഷ്ട്രീയമായി എത്രത്തോളം പാപ്പരത്തമാണ് UDF-ൻ്റേത്, രാഷ്ട്രീയമായി എത്രത്തോളം പാപ്പരത്തമാണ്. രാഹുൽ ഗാന്ധി PM ശ്രീയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഗൂഗിളിൽ നോക്കി ഈ ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒന്ന് സെർച്ച് ചെയ്യണം. എന്നിട്ട് രാഹുൽ ഗാന്ധി എന്തൊക്കെ PM ശ്രീയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് കൃത്യമായി എടുത്ത് വായിച്ചു നോക്കണം. എന്നിട്ട് ഈ നിലപാടുമായി മുന്നോട്ട് പോകണം. ലീഗ് നേതാക്കളോട് ഒന്നേ പറയാനുള്ളൂ, അതായത് RSSൻ്റെ വിദ്യാഭ്യാസ നയം അത് വിദ്യാഭ്യാസ മേഖലയിലാകെ അടിച്ചേൽപ്പിക്കുന്ന അപകടകരമായ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. ഇന്ന് ഡൽഹിയിലൊക്കെ തന്നെ വിദ്യാർത്ഥികൾ വലിയ സമരം നടത്തുകയാണ്. ആ വലിയ സമരം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ RSS നടത്തുന്ന കൈകടത്തലുകൾക്കെതിരെ കൂടിയാണ്. RSS നടത്തുന്ന കൈകടത്തലുകൾക്കെതിരെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഭാഷാ പഠനത്തിലായിക്കോട്ടെ, ഇംഗ്ലീഷ് പഠനത്തിലായിക്കോട്ടെ, ഇംഗ്ലീഷ് എന്നൊരു വിദേശ ഭാഷയാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു വിദേശ ഭാഷയാണ്. വേണമെങ്കിൽ പഠിച്ചാൽ മതി ഇനിയുള്ള കാലത്ത്. അപ്പോൾ ആ നിലയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമാകെ മാറുന്ന ഒരു സാഹചര്യത്തിൽ, അപകടകരമായ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ കേരളത്തിൽ വേണോ എന്നത് ഇവിടെ മുസ്ലിം ലീഗ് കൂടി തീരുമാനിക്കണം. മുസ്ലിം ലീഗിനാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം. കാരണം ലീഗാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ലീഗിലൂടെ കേന്ദ്ര സർക്കാർ, കേന്ദ്രത്തിലെ BJP സർക്കാർ, സംഘപരിവാർ സർക്കാർ ലീഗിലൂടെ കേരളത്തിൽ അവരുടെ രാഷ്ട്രീയ പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഒരു വാക്കും പറയാതെ കേന്ദ്ര സർക്കാർ പറയുന്നത് അനുസരിച്ച് പോകാനാണ് എങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയം എവിടെയാണ് എന്ന ചോദ്യം കാലം നിങ്ങളോട് ചോദിക്കും എന്നുള്ളതാണ്. ഉറപ്പായും ചോദിക്കും. ഇതൊരു വലിയ രാഷ്ട്രീയ സാഹചര്യമാണ്. ആ രാഷ്ട്രീയ സാഹചര്യം അംഗീകരിക്കാൻ ലീഗ് തയ്യാറുണ്ടോ, അതിനോട് പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഇതോടൊപ്പം തന്നെ ഞാൻ പറയുന്നത് 2014 മുതൽ രാജ്യത്ത് നടന്നിട്ടുള്ള സംഘപരിവാർ അതിക്രമങ്ങളൊക്കെ തന്നെ ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ, മതേതര പാർട്ടികൾ കൃത്യമായി വിലയിരുത്തണം. മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന മനുഷ്യനെ പശുവിൻ്റെ പേരിൽ തല്ലിക്കൊന്ന കഥയൊക്കെ തന്നെ നമുക്കറിയാം. എത്ര പേർ 2014 മുഹമ്മദ് അഖ്ലാഖിനെ, 2015 ഖാസിയാബാദിൽ വെച്ച് മുഹമ്മദ് അഖ്ലാഖിനെ തല്ലിക്കൊല്ലുന്നു. 2017 രാജസ്ഥാനിൽ ഹിഗ്ലു ഖാൻ എന്ന് പറയുന്ന മനുഷ്യനെ പശുവിനെ കടത്തി എന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലുന്നു. 2017 ഹരിയാനയിൽ ജുനൈദ് ഖാനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ബീഫ് കഴിക്കുന്നവനാണ് എന്ന് പറഞ്ഞ് തല്ലിക്കൊന്ന ചരിത്രം നമുക്കറിയാം. അതുപോലെ തന്നെ അക്ബർ ഖാൻ 2018 രാജസ്ഥാനിലെ അൽവാറിൽ പശുവിനെ കടത്തി എന്ന് പറഞ്ഞ് തല്ലിക്കൊന്നു. മുംബൈയിൽ 2014 മുഹ്സിൻ ഷെയ്ഖ് IT ജീവനക്കാരനായിരുന്നു. സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടു എന്നതിൻ്റെ പേരിലാണ് ആ മനുഷ്യനെ അതിഭീകരമായി ആൾക്കൂട്ടം തല്ലിക്കൊന്നത്. അതുപോലെ തന്നെ നിരവധി ആളുകൾ നമുക്കങ്ങനെ എടുത്താൽ ഒരുപാട് മനുഷ്യർ ഈ നാട്ടിൽ സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഇരകളായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ആ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു പോരാട്ടം നിങ്ങൾ മറന്നു പോകരുത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. രാഷ്ട്രീയം മറന്നു പോകരുത്. ആ രാഷ്ട്രീയം മറന്നുപോയി മുന്നോട്ട് പോയാൽ ഇന്ന് BJP ദേശീയ തലത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ ഇവിടെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒക്കെ തന്നെ നേരിടേണ്ടി വരും. അതുകൊണ്ട് രാഷ്ട്രീയ ഇച്ഛാശക്തി കൈമോശം വരാതെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് പുതിയ കേരളത്തിലെ UDF സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് പണയം വെക്കരുത്. ആ രാഷ്ട്രീയം പണയം വെച്ചുള്ള രാഷ്ട്രീയ നിലപാടുമായി മുന്നോട്ട് പോകുന്നത് ഗുണം ചെയ്യില്ല. Meet the editors.